പത്തനംതിട്ടയിൽ ദമ്പതികളടക്കമുള്ള സംഘത്തെ പോലീസ് മർദ്ദിച്ചത് ആളുമാറിയാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ SI S ജിനു ആണ് വിവാഹ സംഘത്തെ ആളുമാറി മർദ്ദിച്ചത്. ജനറൽ ആശുപത്രിയിൽ എത്തി DYSP S നന്ദകുമാർ പരിക്കേറ്റവരുടെ മൊഴി രേഖപ്പെടുത്തി. ഞാനെന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. എൻ്റെ രണ്ടാമത്തെ മോടെ കുഞ്ഞെൻ്റെ കയ്യിലുണ്ടായിരുന്നുകൊണ്ട് ബാക്കി എല്ലാവരും ഇറങ്ങി വെളിയിൽ നിന്നപ്പോഴത്തേക്കിനും അവിടുന്ന് ഒരു ചെറുക്കൻ വന്ന് പറഞ്ഞ് ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയവരെല്ലാം പോലീസുകാരടിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോഴത്തേനാണ് ഞങ്ങൾ വണ്ടി ഉണ്ടായിരുന്നവരെല്ലാം ഇറങ്ങി അങ്ങോട്ട് ചെന്നപ്പോഴത്തേനും ഇവർ 5-10 പേരുണ്ടായിരുന്നു. അവരെല്ലാവരെയും പോലീസുകാരടിച്ച് യൂണിഫോം ഇല്ലാതെയാണ് വന്നത്. ഒരു വണ്ടി ആളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇളയ മരുമോൻ്റെ തല പൊട്ടി, ഇളയ മോടെ ഈ തോളിൽ പൊട്ടി. ഒരു കാരണമില്ലാതാണ് ഈ പിള്ളേരെ എല്ലാവരെയും അടിച്ചത്. SI ഉണ്ടായിരുന്നു, അവർ വേറെ പോലീസുകാരും ഉണ്ടായിരുന്നു. ഒരു വണ്ടി ആളുണ്ടായിരുന്ന അവർ പറഞ്ഞു. ഞങ്ങളിവിടെ വന്നിരിക്കുന്നു, ഒരു പ്രകോപനം കേട്ടാൽ ഒരു വണ്ടി പോലീസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ലാത്തി എടുത്ത് അങ്ങ് അടിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്, എന്താണെന്ന് പോലും ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള ടൈം കിട്ടുന്നില്ല. എൻ്റെ വൈഫുണ്ട് കൂടെ. അപ്പം ഞാൻ പറഞ്ഞ് ലേഡീസ് ഉണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട് പോലും അവരങ്ങ് തല്ലി. ഞങ്ങൾ ഓടിപ്പോയി അങ്ങ് വീണ്. ഞാനും അവിടെ കൂടെ വീണപ്പത്തിങ്ങനെ വീണടുത്ത് വെച്ച് അങ്ങ് അടിച്ചു വരിക. ഞങ്ങൾ എൻ്റെ തലക്കിലടിച്ച്, വൈഫിനെ കൈക്കിലടിച്ച്, അവളുടെ കൈ എൻ്റെ പൊട്ടലുണ്ട്, ഷോളിന് പൊട്ടലുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അവരെന്നിട്ട് അങ്ങ് പോയി. ഞങ്ങൾ എന്നാൽ അവിടെ ആടി കൊണ്ട് കടന്ന് തല പൊട്ടി ചോര ഒഴിച്ചെന്ന് പറഞ്ഞാൽ അവർ മൈൻഡ് ചെയ്തില്ല ഞങ്ങളെ. അവരങ്ങ് പോവുകയും ചെയ്തു. എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഈ കേരളത്തിൽ ഇങ്ങനെ ഇതുപോലൊരു സാഹചര്യം ഞങ്ങൾ ഇതുവരെ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാവുക. പത്തനംതിട്ടയിൽ നടന്നത് യഥാർത്ഥത്തിൽ എന്താണ്? അതിന്റെ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ഉണ്ട്, ഞങ്ങളുടെ പ്രതിനിധി. വിവരങ്ങൾ നൽകാൻ ശ്രീജിത്ത്. ഈ വിവാഹ സംഘം സഞ്ചരിക്കുകയും അവർ വഴിയിൽ വിശ്രമിക്കാൻ വേണ്ടി നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ ഉണ്ടായിരുന്നവരെയാണ് അകാരണമായി പോലീസ് വാഹനം എത്തി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചിരിക്കുന്നത്, അവശരാക്കിയിരിക്കുന്നത് എന്നാണ് ഈ മർദ്ദനമേറ്റവർ പറയുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് ഇക്കാര്യത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ആളുമാറി തല്ലി എന്നാണല്ലോ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആരാണ് ഇതിൽ കുറ്റക്കാർ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്? ഗോപീകൃഷ്ണൻ, എടുത്തു പറയട്ടെ, ഈ കണ്ണങ്കര എന്ന് പറയുന്ന പ്രദേശം പലപ്പോഴും ഒരു സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറുന്നത് പതിവാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്നൊരു മേഖലയാണിത്. ആ മേഖലയിലാണ് ഇന്നലെ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. അവിടെ ഒരു ബാറുണ്ട്, ഹേഡൈൻ എന്നാണ് ആ ബാറിൻ്റെ പേര്. ആ ബാറിൽ മദ്യം വാങ്ങുന്നതിനെ ചൊല്ലി ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. ബാർ ജീവനക്കാർ തന്നെയാണ് പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുന്നത്. പക്ഷേ ഈ വാങ്ങാനെത്തിയ ആളുകൾക്കല്ല മർദ്ദനമേറ്റിരിക്കുന്നത്. പക്ഷേ അവിടെ ആ സമയത്ത് പോലീസിനെ കണ്ട ഈ വാങ്ങാനെത്തിയ ആളുകളൊക്കെ ഓടിപ്പോയി. 11 മണിയായിരുന്നു സമയം. അവരെല്ലാവരും തന്നെ ഓടിപ്പോയി. പക്ഷേ അതിനുശേഷം പിന്നീട് അവിടെ നിന്നിരുന്നത് ഒരു വിവാഹ സംഘത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അവരവിടെ വിശ്രമിക്കാൻ വന്ന ആളുകളാണ്. മൂത്രമൊഴിക്കാനൊക്കെ അവിടെ വാഹനം നിർത്തിയതാണ്. അവരാണ് പ്രധാനമായും അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. അവിടേക്കാണ് SI S ജിനുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം. SI ജിനു യൂണിഫോം പോലും ഇട്ടുണ്ടായിരുന്നില്ല, മഫ്തിയിലായിരുന്നു. വിവരം അറിഞ്ഞ് എത്തുകയായിരുന്നെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ലാത്തി വീശുകയായിരുന്നു എന്നാണ് പരാതി. ഈ ലാത്തിയടിയിൽ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും 10ഓളം പേരെ പോലീസ് അടിച്ചു കഴിഞ്ഞിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും തല പൊട്ടി ചോരയൊലിച്ചു. ശേഷം DYSP നന്ദകുമാർ ആ മൊഴിയെല്ലാം രേഖപ്പെടുത്തിയതിനു ശേഷം പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ 3 പേർക്ക് കാര്യമായ രീതിയിലുള്ള പരിക്കുണ്ട്. അതിൽ സിത്താര എന്ന ഒരു യുവതി, അവരുടെ ഭർത്താവ് ശ്രീജിത്ത് അടക്കമുള്ള ആളുകൾക്ക് കാര്യമായ രീതിയിലുള്ള പരിക്ക് ഏറ്റിട്ടുണ്ട്. ശ്രീജിത്തിന് തലയാണ് പൊട്ടിയിരിക്കുന്നത്. സിത്താരയുടെ തോളല് പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും DYSP അടക്കമുള്ള ആളുകൾ അല്പസമയം മുൻപ് ശ്രീജിത്ത്, ഈ പോലീസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് നൽകുന്ന ഈ വിവരങ്ങൾ അല്ലെങ്കിൽ അവരുടെ കണ്ടെത്തലുകൾ എത്രത്തോളം നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയും എന്ന പ്രശ്നം ഉണ്ടല്ലോ ഇവിടെ. കാരണം സാമൂഹ്യ വിരുദ്ധരാണെങ്കിൽ അല്ലെങ്കിൽ മദ്യം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ്, അതിൽ ഇടപെട്ടവരാണെന്ന് സംശയിക്കുകയാണെങ്കിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന ഒരു സംഘമായിരിക്കില്ലല്ലോ അത്. അപ്പോൾ എന്താണ് എന്ന് അന്വേഷിക്കാതെ വന്ന ഉടനെ ഇറങ്ങി ലാത്തി കൊണ്ട് അടിക്കുന്ന സമ്പ്രദായമാണോ പോലീസിനുള്ളത്? അതാണല്ലോ ചോദ്യം. ഗോപി, ഇക്കാര്യത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട്. അതായത് SI ജിനുവിനും ആ സംഘത്തിനും കൃത്യമായ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ട്. ഈ പരാതി ഉയർത്തുന്നുണ്ട്, പരാതിക്കാർ പരാതി ഉയർത്തുന്നുണ്ട്. ചില പോലീസുകാർ മദ്യപിച്ചിരുന്ന തരത്തിലുള്ള പരാതിയൊക്കെ ഉയർത്തുന്നുണ്ട്. അക്കാര്യത്തെക്കുറിച്ചൊന്നും ഒരു വ്യക്തമായ ധാരണ ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടുള്ളത്. ആളുമാറി എന്ന തരത്തിൽ അവിടെ ഒരു സംഘർഷം നടന്നിരുന്നു. ആ മേഖലയിലേക്ക് പോകുന്നു, പെട്ടെന്ന് തന്നെ ആളുകളെ കാണുന്നു. ഉടൻ തന്നെ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ടെന്ന് പറഞ്ഞത് കേൾക്കാൻ പോലും തയ്യാറാകാതെ ലാത്തി കൊണ്ട് അടിക്കുന്നു. കൂട്ടമായ അടി നടക്കുന്നു. അതിനിടയിൽ ഓടുന്നു.
ഓടുന്നു ചില ആളുകൾ. അവർ പലരും വീണു പോകുന്ന സ്ത്രീകളാണ്, കുട്ടികളാണ് എന്നൊന്നും തരത്തിൽ നോക്കാത്ത തന്നെ തരത്തിലുള്ള മർദ്ദനമാണ് നടന്നതെന്നാണ് പറയുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദക്ഷിണ മേഖല DIG റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഉടൻ തന്നെ അവർ ലഭ്യമാക്കിയിട്ടുണ്ട്. നടപടി ഉണ്ടാകും. ശരി, ഏതായാലും പത്തനംതിട്ടയിൽ വാഹനത്തിൽ വിശ്രമിക്കുകയായിരുന്ന വിവാഹ സംഘത്തിലുള്ളവരെ പോലീസ് അകാരണമായി മർദ്ദിച്ച സംഭവത്തിലുള്ള അന്വേഷണം പൂർത്തിയായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. SI ജിനുവിന് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയെന്ന അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പോലീസുകാരിൽ ചിലർ മദ്യപിച്ചിരുന്നു എന്ന ആക്ഷേപവും ഈ മർദ്ദനമേറ്റവർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ പ്രശ്നത്തിൽ ഒരു വിശദമായ അന്വേഷണവും അതിനെ തുടർന്നുള്ള നടപടികളും ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. ശ്രീജിത്ത് ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.